ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദി ഭരണം വളരെ കാലം നീണ്ടു നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു BJP-ക്കാർ മൊത്തത്തിൽ. പക്ഷേ ഈ അടുത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം മോദിക്ക് അല്ലെങ്കിൽ മോദി ഭരണത്തിന് ഒരു തിരിച്ചടി ഏൽക്കാൻ അധികം സമയമില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത്രയും കാലം മോദിയെ അല്ലെങ്കിൽ BJP-യെ ഭരണത്തിലേക്ക് എത്തിക്കുന്നത് വരെ കാരണമായ അയോധ്യ രാമക്ഷേത്രവും സംഭവങ്ങളും, അവിടെ നടന്ന കൊള്ള, അത് മോദിക്ക് ഒരു തിരിച്ചടിയാവുന്നുള്ളത് 100% ഉറപ്പാണ്. ഇതുകൂടാതെ അടുത്തത് അഴിമതി കാര്യങ്ങൾ, മറ്റേ മധ്യപ്രദേശിലുള്ള അഴിമതി സംഭവങ്ങൾ, ഇതുകൂടാതെ നീറ്റ്, അതായത് വിദ്യാഭ്യാസ രംഗം, നീറ്റിൻ്റെ എക്സാം വിവാദങ്ങൾ, അതുകൂടാതെ UGC എക്സാം നടത്തിപ്പിൻ്റെ, പിന്നെ CBSE എക്സാമിൻ്റെ കാര്യങ്ങൾ, CBSE എക്സാം നടത്തിപ്പിലുണ്ടായ വീഴ്ചകൾ, പൊതുവെ വിദ്യാഭ്യാസ രംഗത്തെ വൻ വീഴ്ച തന്നെയാണ് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം, നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം നടക്കാൻ പോകുന്നു. ഇതിനൊക്കെ ഒരു ഉത്തരം പറയാൻ വേണ്ടി മോദി തയ്യാറായി നിൽക്കേണ്ടി വരും. എന്തായാലും ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എന്തായാലും വൻ തിരിച്ചടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അല്ല, മോദി ഉത്തരം പറയേണ്ടി വരും എന്നൊന്നും നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാര്യം പല വിഷയങ്ങളെയും മോദി അഡ്രസ് ചെയ്യാതെ പോയിട്ടുണ്ട്, നമ്മളെല്ലാം കണ്ടതാണ്. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പ്രധാനമന്ത്രി എന്ത് പറയുമെന്ന് നോക്കി നിൽക്കുമ്പോഴൊക്കെ മൗനമായി അല്ലെങ്കിൽ മൗനി ബാബയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്നത് ഇന്ത്യ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും പ്രധാനമന്ത്രി മറുപടി പറയുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പിന്നെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലം മോദി ഭരണം നിലനിൽക്കും, അല്ലെങ്കിൽ മോദി ഭരണത്തിന് ഇനി ഒരു അറുതിയില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലത്തിനൊക്കെ ഇതിനു മുൻപ് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. മോദി എഫക്റ്റിൽ 400 സീറ്റ് എന്ന് പറയുകയും ഒരാൾക്കും അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്ത അടി ഇന്ത്യ നൽകിയപ്പോൾ തന്നെ മോദിക്ക് മനസ്സിലായി ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അടുത്ത BJP നേതൃത്വങ്ങൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് അമിത്ഷായും മോദിയും ഇതിനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുമല്ലോ. കാരണം ഈ കഴിഞ്ഞ പോലത്തെ ഇലക്ഷൻ സംഭവിച്ച പോലെ ഇനിയും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരുപാട് ഭരണഘടന ബില്ലുകൾ പാസ്സാക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും കളിക്കാനുള്ളൊരു അതിന്റെ അകത്തൊരു കാര്യം കൂടിയുണ്ട്. മോദിക്കും BJP-ക്കും തന്നെ അറിയാം, ഇനി ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധിക നാൾ BJP-ക്ക് അധികാരം ഉറപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അധിക നാൾ BJP-ക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്ന ബോധ്യം BJP-ക്കും നരേന്ദ്രമോദിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ബില്ലുകളും പാസ്സാക്കാൻ മോദി സർക്കാർ ഇത്രത്തോളം, അല്ലെങ്കിൽ വളരെ തിരക്കിട്ട് പല ബില്ലുകളും പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ ഇനി ഇന്ത്യയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ മോദി സർക്കാരിന് കഴിയുമോ, അല്ലെങ്കിൽ പൂർണ്ണമായി കഴിയുമോ? ജനാധിപത്യ രീതി എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാമെന്നേ ഉള്ളൂ. പൂർണ്ണമായ ഒരു ജനാധിപത്യ രീതിയൊന്നും അല്ല, ഏകാധിപത്യ രീതിയാണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട് മോദിക്ക്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല. ഇനി വരികയാണെങ്കിൽ തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകാതെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കി പറഞ്ഞു പോകുന്ന ഒരു ഏകാധിപത്യ ശൈലി തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നു ഉള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രതിപക്ഷം കുറച്ച് വീക്കാണ്, എന്നാൽ പഴയ പോലെ അല്ല. അപ്പുറത്തൊരു പ്രതിപക്ഷം ഉണ്ട് എന്ന് നമുക്ക്, പല വിഷയങ്ങളെയും പ്രതിപക്ഷം അഡ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പോലും സഭയിൽ പല ബില്ലുകളും പാസ്സാകാത്തത് പ്രതിപക്ഷത്തിന്റെ മിടുക്കും ഒത്തൊരുമയും തന്നെയാണെന്ന് പറയേണ്ടി വരും. മറുവശത്ത് മോദിയെ അധികാരത്തിലേക്ക് എത്തിച്ച്, അല്ലെങ്കിൽ BJP-യെ അധികാരത്തിലേക്ക് എത്തിക്കുകയും തുടരാൻ സഹായിക്കുകയും ചെയ്തത് അവരുടെ വർഗീയ രാഷ്ട്രീയം തന്നെയാണ്. വർഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ വർഗീയത എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും രാമനെ ഒപ്പം ചേർക്കുക. അയോധ്യയിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അവിടെ മോദി പോവുകയും സന്ദർശിക്കുകയും അയോധ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മോദി പോകുക നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മോദി അയോധ്യയിൽ അയോധ്യയുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ നടത്തുന്നു. എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമായ ലക്ഷ്യമില്ല എന്ന് BJP ആവർത്തിക്കുമ്പോഴും വോട്ടർമാരെ സ്വാധീനിക്കുക, അയോധ്യയും രാമനെയും വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ആ തെരഞ്ഞെടുപ്പിൽ പോലും രാമൻ BJP-ക്ക് എതിരായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടുകയും ചെയ്തു. അതേ അയോധ്യയിൽ നിന്നാണ് വലിയ രീതിയിലുള്ള ആരോപണം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ, അല്ലെങ്കിൽ പണം തട്ടിപ്പുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിലൊക്കെ പിന്നിൽ സംഘപരിവാറുകാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഘപരിവാറുകാരായതുകൊണ്ട് തന്നെയാണ് മോദി മൗനം പാലിക്കുന്നത്. മോദി വാ തുറന്ന ഒരു അക്ഷരം അവർക്കെതിരെ പറഞ്ഞിട്ടില്ല, ഈ കൊള്ളക്കെതിരെ സംസാരിച്ചിട്ടില്ല. മോദി സ്വന്തം പാളയത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ED-യോ CBI-യോ, സാധാരണ അങ്ങനെയാണല്ലോ, വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ, ഇപ്പോൾ കോൺഗ്രസോ മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി ആയിരുന്നെങ്കിൽ ED-യെ വിട്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി വിട്ട് ചോദ്യം ചെയ്യലുകളും
ജയിലിലടക്കലും ഒക്കെ കഴിഞ്ഞതിന് എന്തുകൊണ്ടാണ് മോദി വാ തുറക്കാത്തതും? അയോധ്യയിൽ രാമനോട് ഇത്രയും സ്നേഹമുള്ള BJP, രാമക്ഷേത്രത്തിനൊരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കേണ്ട BJPയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ പോലെ എടുത്തു പറയുന്നത് BJPയുടെ പ്രധാനമന്ത്രി ഇത്തരം ഒരു നിലപാടെടുത്തത് ആരെ സംരക്ഷിക്കാനാണ്? അല്ലെങ്കിൽ താൻ ഉൾപ്പെടെ കുടുങ്ങുമോ എന്നുള്ള ഭയം കൊണ്ടല്ലേ ഇത്തരം ഒരു മിണ്ടാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇത്തരം ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തതെന്നാണ്. മറുവശത്ത് നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള പാർട്ടികൾ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പരാജയമാണ്. യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ രാജ്യത്ത്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ യുവാക്കൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റെങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന്. അത് വിദ്യാഭ്യാസത്തിനാകട്ടെ, ജോലി അവസരങ്ങൾക്കാകട്ടെ, മറ്റെന്താവശ്യത്തിനും ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകണം. ഇന്ത്യയിൽ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. അത് ഭരണകൂടം അംഗീകരിക്കുക തന്നെ വേണം. ഇതിൽ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു രാഷ്ട്രീയ സംഭവങ്ങളല്ല മോദിക്ക് ഇപ്പൊ തിരിച്ചടിയായിരിക്കുന്നത്. കാരണം ഓരോ ജനങ്ങൾക്കും, അതായത് ഇന്ത്യക്കാരായ ഓരോ ജനങ്ങൾക്കും നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവമായിട്ടാണ് വരുന്നത്. ഒന്നാമത് എക്സാം എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടിലും എല്ലായിടത്തും കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നീറ്റ് എക്സാമിന്റെ 28 ലക്ഷത്തോളം പേരും കണ്ടാണ് ഈ നീറ്റ് എക്സാമിന് പങ്കെടുത്തത്. അതിൽ അപ്പൊ ഈ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോരുക, അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്, ഭാവി പ്രതീക്ഷയാണ് പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ ഇത്രയും കാലം പഠിച്ചിട്ട് എഴുതിയ ഇത് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആ ഒരു സങ്കടത്തിന്റെ പേരിൽ 12ഓളം പേരെങ്ങാണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം. സത്യത്തിൽ അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. CBSE +2 പരീക്ഷാ ഫലം അതും അവിടെ ആശങ്കയെ നിൽക്കുന്നു. നെറ്റ് എക്സാമിന്റെ അപ്പൊ ഒരു തരത്തിലും ഒരു പരീക്ഷയെയും ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥി സമൂഹത്തിന് ഇന്ത്യയിൽ നിൽക്കാനുള്ള താല്പര്യമില്ല. അവർ പുറത്തേക്ക് പോകാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും +2 വരെയെങ്കിലും ഇവിടെ നിന്ന് പഠിക്കുക, അത് കഴിഞ്ഞ് രാജ്യം വിട്ടു പോവുക. ജോലി കിട്ടിയാൽ പോലും തിരികെ, അല്ലെങ്കിൽ ജോലി കിട്ടി മറ്റൊരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാനാണ് നോക്കുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു നിലയിലാണ് വീണ്ടും വീണ്ടും കാര്യങ്ങളെ കൂടുതൽ കേന്ദ്ര സർക്കാർ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് രാഷ്ട്രീയ കാര്യമല്ല, ഇത് ജനങ്ങളെ ഓരോരുത്തർക്ക് നേരിട്ട് ബാധിക്കുന്നത് കൊണ്ട് അതെന്തായാലും കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ടല്ലോ. കാരണം ഇതില് മറുപടി പറയാനോ ഒന്നിനും ഇവർ തയ്യാറല്ല. ഒന്നാമത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി ഇതിനെക്കുറിച്ച് യാതൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതൊന്നും നമ്മുടെ തെറ്റല്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇനി ഉണ്ടാവാൻ പോണത്, അതിന് അടുത്ത വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഈ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഗിമ്മിക്കൊക്കെ കാണിച്ച്, കാരണം ഈ സമ്മേളനത്തിനെ നേരിടാനുള്ള ഒരു ശ്രമത്തിലായിരിക്കുമല്ലോ. അല്ല, സ്വാഭാവികമായും ഇനി പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ടത് അയോധ്യയിലെ വിഷയം. BJP ഭരിക്കുന്ന 2 സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. അത് മോദിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതൊന്നും തള്ളിക്കളയാൻ മോദിക്ക് കഴിയില്ല. മോദിയുടെ താല്പര്യത്തോടു കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നവരാണ്. അപ്പൊ അവരെ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ ലോട്ടസ് പോലെയുള്ള നീക്കങ്ങൾ, ഇതൊന്നും ജനാധിപത്യ രീതിയിൽ ശരിയല്ല. ഇത് സാധാരണക്കാരായ ജനങ്ങൾ വിലയിരുത്തുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അയോധ്യയും രാമക്ഷേത്രവും രാമനും ഒക്കെ തിരിച്ചടിയാകുമോ? ജനങ്ങളുടെ വിശ്വാസം പിടിച്ചെടുത്ത അതേ കാര്യത്തിൽ തന്നെയാണ് ഇപ്പൊ കൈപൊള്ളിയിരിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആദ്യം BJPക്കും മോദിക്കും ചെയ്യാനുള്ളത്, ഞങ്ങൾ ഇതിലൊന്നും തളർന്നിട്ടില്ല, ഞങ്ങൾ ഒന്നിലും ഭയന്നിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കുക. അതിലിനിപ്പോ സഭയിൽ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ചു മാത്രമേ മുന്നോട്ട് പോകാനാകൂ. സ്വാഭാവികമായും ആദ്യ ചർച്ചകൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഭരിക്കുന്ന ഭരണകൂടത്തിന് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു യോഗം വിളിച്ചു കൂട്ടി മന്ത്രിസഭയൊക്കെ ഒന്ന് പുനഃസംഘടിപ്പിച്ച്, അല്ലെങ്കിൽ പുതിയ ആളുകളെ മന്ത്രിയൊക്കെ, അല്ലെങ്കിൽ നിലവിലുള്ളവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങളെ മോദി കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ മാത്രമേ, എന്ന് വെച്ചാൽ ഞങ്ങൾ കോൺഫിഡന്റ് ആണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഒരു അവബോധം, കാരണം കോൺഫിഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പല വിഷയങ്ങളിലും ഉത്തരം നൽകാതെ ഇരിക്കുക, ഇത് മാത്രമേ ഇപ്പൊ മോദി സർക്കാരിന് ചെയ്യാൻ കഴിയൂ. ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്നവരെ ഒരു പരിധിവരെ മാറ്റി പുതിയ ആൾക്കാർ വരുന്നു. അപ്പൊ അതോടുകൂടി തന്നെ ഇവരെ ചർച്ചയിൽ നിന്ന് വഴിമാറാനുള്ള ഇവർക്ക് പകരം പറയാനുള്ള ഒരു കാരണം കണ്ടെത്തുകയാണല്ലോ. അല്ല, പിന്നെ ഒരു വശത്ത് മറ്റൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ പല രീതിയിലുള്ള ബില്ലുകൾ ഇവർ പാസ്സാക്കാൻ ശ്രമിക്കും. അത് എങ്ങനെയൊക്കെ പാസ്സാക്കാം എന്നുള്ളതായിരിക്കും കേന്ദ്ര സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ BJP സർക്കാർ അവർക്ക് അനുകൂലമായി എങ്ങനെയൊക്കെ അതിനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാക്കി അതിനെ എങ്ങനെ മാറ്റാം, സഭയിൽ അത് എങ്ങനെ പാസ്സാക്കി എടുക്കാം, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മോദി സർക്കാരിന് മുന്നിലുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കിയാൽ മാത്രമേ ഒരു നിലനിൽപ്പുള്ളൂ. കാര്യം തിരിച്ചടിയുടെ കാലമാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയ തിരിച്ചടികളായിരിക്കില്ല. രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല,
ഇനി രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭയപ്പെടുത്താൻ, കാര്യം ഇവരെപ്പോഴും പറയാറുണ്ട്, BJP എപ്പോഴും പറയുന്നുണ്ട്, പപ്പുമോൻ അമൂൽ ബേബി ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുമ്പോഴും വോട്ട് ചോരിയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഭയന്നു എന്നുള്ള കാര്യം. പക്ഷെ രാഹുൽ ഗാന്ധിന് തിരികെ വന്ന് എന്ത് നിലപാടാണ് ഈ വിഷയങ്ങൾ എടുക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു പോക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടേ കാര്യമായിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് വരാറ്. അപ്പൊ ഇത്തവണ വരുമ്പോഴും എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിനെതിരെ അല്ല, കേന്ദ്ര സർക്കാർ വ്യക്തമായ പ്ലാനുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതുണ്ടാവും. മന്ത്രിസഭയെ പുനഃസംഘടിപ്പിക്കുന്നത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണമുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടാവുക ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ കൊണ്ടുവരിക എന്നാണ്. മറുവശത്ത് അതേ രീതിയിൽ പ്രതിപക്ഷത്തിന് കൂടി ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകാനാകൂ. എന്നാൽ കേന്ദ്ര സർക്കാരിന് അറിയാം, ജനാധിപത്യ രീതിയിൽ ഇനി BJPക്ക് അധികകാലം വാഴാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പല ബില്ലുകളും പാസ്സാക്കി ഇനിയുമേ ഇപ്പോൾ തന്നെ ഏകാധിപത്യ രീതിയിലാണ് പോകുന്നത്. എന്നാൽ ഓപ്പറേഷൻ ലോട്ടസിലൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അധികാരം വേണം. അധികാരത്തിന് അപ്പുറത്തേക്ക് ജനാധിപത്യമോ ജനങ്ങളോ മൂല്യങ്ങളോ നയങ്ങളോ ഒന്നുമില്ല. അധികാരമാണ് ഏറ്റവും വലുത്. ഈ പറയുന്ന BJP പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു പറയുന്ന ഹിന്ദുക്കൾ, ഹിന്ദുത്വ ആശയം, ഹിന്ദുത്വ രാഷ്ട്രീയം, അതിനപ്പുറത്തേക്ക് വർഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയതയൊക്കെ മുറുകെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്, ഹിന്ദുക്കളുടെ രാമനാണ്, അയോധ്യയാണെന്ന് പറഞ്ഞെടുത്ത് ഇത്രയും വലിയൊരു കൊള്ളം നടക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് സംസാരിക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിലെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നെങ്കിൽ രാമനോട് സ്നേഹമുണ്ടെന്ന് പറയാം. ഇത് രാമനോടും സ്നേഹമില്ല, ലക്ഷ്മണനോടും സ്നേഹമില്ല, ആരോടും സ്നേഹമില്ല. അധികാരത്തിന് വേണ്ടി ആരെയും കൂട്ടുപിടിക്കുന്ന രീതിയാണെന്ന് കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ പോലെയല്ല, ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി മോദി സർക്കാർ അല്ലെങ്കിൽ നൽകിയേ മതിയാവൂ. കാരണം അത്തരമുള്ള ആരോപണങ്ങളാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വിശ്വാസികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് എന്തായാലും മോദി സർക്കാരിന് ഇത് ഒരു തിരിച്ചടി ഉണ്ടാവുന്ന അവർക്ക് തന്നെ ഉറപ്പാണ്. പക്ഷേ എന്തെങ്കിലും തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഗിമ്മിക്കുകൾ അണിയറയിൽ ഉറങ്ങുന്നുണ്ടാവും. ഉറപ്പായിട്ട് തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ടായിരിക്കുമല്ലോ മോദി നടത്താൻ പോകുന്നത്, അതിലെ പാർലമെന്റ് സമ്മേളനത്തിനെ നേരിടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അറിയാം മോദിയുടെയും കൂട്ടരുടെയും പുതിയ പ്ലാനുകൾ എന്താണെന്നുള്ളത്.